കഴിഞ്ഞ 5 വർഷം തൃശ്ശൂരിലെ കോർപ്പറേഷൻ മേയറായിരുന്ന എം കെ വർഗീസ്, വിവാദങ്ങളിലും വാർത്തകളിൽ നിറഞ്ഞിരുന്ന എം കെ വർഗീസ് ഇപ്പോൾ കാലാവധി പൂർത്തിയാകുന്നു. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മോട് പറയാനുണ്ട്. ആദ്യം തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് LDFിൻ്റെ പ്രചാരണത്തിന് ഇറങ്ങില്ലെന്ന് എം കെ വർഗീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു, തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതിൽ നിന്ന് തുടങ്ങാം. ആ നിലപാടിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടർന്നു അല്ലേ? അല്ല, ഞാനിപ്പോൾ സ്വതവേ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ ഒരു 10 മണിയോട് കൂടി വോട്ട് രേഖപ്പെടുത്തി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. കാരണം ഞാനൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. ഞാനൊരു സ്വതന്ത്രനായിട്ടാണല്ലോ മത്സരിച്ചത്. അപ്പോൾ അന്ന് ആ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷവുമായി സഹകരിച്ച് പോകുന്നതാണ് ശരി എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. മറ്റൊന്നും കൊണ്ടല്ല, എന്തെങ്കിലും പ്രവർത്തനം നടത്തണം, അതിന് ഭരണമുണ്ടാവണം. ആ ഭരണം ഇടതുപക്ഷത്തിൻ്റെ കൂടെയായിരുന്നു. അതുകൊണ്ട് അവരുമായി സഹകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി 5 വർഷക്കാലം പൂർത്തീകരിച്ചു. ഏതാനും ദിവസം കഴിഞ്ഞാൽ ഞാനും അവിടെ നിന്ന് ഇറങ്ങും, പുതിയ ഭരണസമിതി വരും. വളരെയധികം മാറ്റങ്ങൾ തൃശ്ശൂരിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ഞാനല്ല, പലരും എന്നോട് പറഞ്ഞതിൻ്റെ ഞാൻ വെളിച്ചത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ഒരു ഇടയ്ക്കൊരു കാര്യം ചോദിക്കാം. കഴിഞ്ഞ തവണത്തെ ഭരണം LDF ആയതുകൊണ്ടാണ് അവർക്കൊപ്പം നിന്നത്. നേരെ മറിച്ച് UDF ആയിരുന്നു ഭരണമെങ്കിൽ അവർക്കൊപ്പം നിൽക്കുമായിരുന്നു. ഏതിൻ്റെ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രവർത്തിക്കാൻ വന്നൊരാൾ, അങ്ങനെ ഒരു സ്റ്റാച്ചു ആയിട്ടിരിക്കാവുന്നൊരു മേയറല്ല ഞാൻ. എനിക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അംഗീകാരം തരുന്ന ആ കാലഘട്ടത്തിൽ അപ്പോഴുണ്ടായിരുന്ന ഭരണസമിതിയിലുണ്ടായിരുന്നത് ഇടതുപക്ഷമാണ്. അവരത് സമ്മതിച്ചു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടം പോലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാം. എന്നാൽ മാനിഫെസ്റ്റോ അവരുടെ LDFിൻ്റെ കൂടി അവർ ഉണ്ടാക്കിയിട്ടുള്ള മാനിഫെസ്റ്റോയിൽ പെട്ടിട്ടുള്ള സംരംഭങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ വേണ്ട വ്യതിയാനങ്ങൾ വരുത്തിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോയി അത് പൂർത്തീകരിച്ചു. ഈ പ്രചാരണത്തിന് ഇറങ്ങണമെന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ LDF നേതാക്കൾ ആവശ്യപ്പെട്ടോ? LDF എന്നോട് ഇതുപോലെ ഒരു ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ഞാൻ പോയത് അവരുടെ ഓഫീസ് ഫംഗ്ഷൻ ഉദ്ഘാടനത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഡിക്ലെയർ ചെയ്തു, ഇനി ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. 1500 കോടി രൂപയുടെ വികസനം ഇവിടെ ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. അവർക്ക് സ്വീകാര്യമായിരുന്നു. അവർ 100% അവർ അംഗീകരിച്ചു. അതുപോലെ തന്നെ അവർ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ട നടപടിക്രമങ്ങളും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ. അല്ല, ഞാൻ ചോദിച്ചത് LDFിൻ്റെ പ്രചാരണത്തിന് ഇനി ഞാൻ വരില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത് സ്വീകാര്യമായിരുന്നു. അവർക്ക് താല്പര്യപ്പെട്ടിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാനും അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. പിന്നെ ഞാൻ നേരിട്ട് CM-നെ കണ്ട് കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയം CM-മായി ബന്ധപ്പെട്ടു. ഞാൻ അവിടെ അദ്ദേഹത്തെ പോയി കണ്ടു. ഈ 5 വർഷക്കാലം എനിക്ക് തന്നതിന് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി. ഒപ്പം തന്നെ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. കാരണം നിങ്ങളെ ഒരു CM എന്ന നിലയ്ക്ക് നിങ്ങളുടെ പ്രവർത്തനം, അതായത് ഒരു പ്രവൃത്തി ഏറ്റെടുത്താൽ അത് പൂർത്തീകരിക്കുക, ഒപ്പം തന്നെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, നടത്തുന്ന കാര്യങ്ങൾ നിർബന്ധമായും നടത്തും. ആ ഒരു ശബ്ദം അത് എനിക്ക് വലിയ പ്രചോദനം നൽകിയിട്ടുണ്ട്. ഈ പ്രചരണത്തിന് ഇറങ്ങില്ല CM എന്ത് മറുപടി പറഞ്ഞു? CM ഒന്നും പറഞ്ഞില്ല എൻ്റെ അടുത്ത്. അതിനൊരു മറുപടിയായിട്ട് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഇനി രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്. എം കെ വർഗീസ് എന്ന ഒരാളുടെ രാഷ്ട്രീയ ഭാവി, തൃശ്ശൂരിലെ രാഷ്ട്രീയത്തിൻ്റെ ഭാവി, ഈ രണ്ടിൽ ഈ തൃശ്ശൂരിന് ഈ കോർപ്പറേഷനിൽ ആര് ഭരണത്തിൽ വരുമെന്നാണ് പ്രതീക്ഷ? അതായത് ഇത്രയും ചിന്തിക്കും. ഞാൻ ഇടതുപക്ഷത്തിൻ്റെ കൂടെയിലായിരുന്നു. ആ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നീണ്ട 5 വർഷക്കാലം എനിക്ക് ഇടതടവില്ലാതെ മേയറായി പ്രവർത്തിക്കാൻ അവസരം തന്ന അവർ എന്നെ ഏൽപ്പിച്ച കർത്തവ്യങ്ങളെല്ലാം ഞാൻ പൂർത്തീകരിച്ച ആ സാഹചര്യം അത് ജനങ്ങളിലേക്ക് പൂർണ്ണമായി എത്തിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ഇടതുപക്ഷം നിശ്ചയമായിട്ട് ഇവിടെ വിജയിക്കും. അല്ല, അപ്പോൾ അത് പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്. മറ്റു ചില പ്രശ്നങ്ങളുള്ളത് എന്താ, ഈ പറയുന്ന പോലെ തന്നെ ഒരു തൃശ്ശൂരിൽ കേരളത്തിലെ ജനങ്ങളൊക്കെ വളരെ പ്രബുദ്ധരാണ്, നമ്മളെക്കാൾ പ്രബുദ്ധരാണ്. അവർ കോർപ്പറേഷൻ്റെ ഭരണം മാത്രമല്ല നോക്കുക, ആഗോളമായ കേരളത്തിൻ്റെ ഇന്നത്തെ വികസനത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും അവരുടെ വിലയേറിയ വോട്ടവകാശം രേഖപ്പെടുത്താൻ അവർ പോകുക എന്നതുകൊണ്ട് നമുക്കിപ്പോൾ അത് പറയാൻ പറ്റുന്നില്ല ആരധികാരത്തിൽ വരും. തൃശ്ശൂർ കോർപ്പറേഷനിൽ ആരധികാരത്തിൽ വരുമെന്ന് പറയാൻ കഴിയില്ല. നാളെ വോട്ടെണ്ണി കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ആ സാഹചര്യം, ഇപ്പോഴത്തെ സാഹചര്യം അതാണ് ഞാൻ കാണുന്നത്. കോൺഗ്രസിന് ചെറിയ മുൻതൂക്കമുണ്ട്. എങ്ങനെ അവരുടെ അവസ്ഥ എന്താ? എനിക്കതും ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വളരെ വലിയ പ്രതിസന്ധി ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. കാരണം ഈ പറഞ്ഞ ഇടതുപക്ഷത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അതിനെ മറികടക്കാൻ, അതുപോലെ തന്നെ ഇന്നത്തെ കേരള ഗവൺമെൻറ്റിൻ്റെ സാഹചര്യങ്ങൾ, ഒപ്പം തന്നെ അവർ നടത്തിയ വികസനത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ BJPയുടെ സാധ്യതകൾ എങ്ങനെയാണ്? BJPയുടെ സാധ്യതകൾ നമുക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് ഉണ്ടായിരുന്നത് 6 സീറ്റാണ്. ആ 6 സീറ്റിൽ നിന്ന് അവർ പറയുന്നു ഞങ്ങൾ അത് ഇൻക്രീസ് ചെയ്ത് അധികാരത്തിൽ വരുമെന്നാണ് അവരും പറയുന്നത്. അതായത് അധികാരത്തിൽ വരുന്ന അവർ പറയുന്നു, ഒപ്പം തന്നെ ഇടതുപക്ഷവും പറയുന്നുണ്ട് ഞങ്ങളും വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന്. ഈ പറയുന്ന UDFും പറയുന്നു ഞങ്ങൾ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്നു. അപ്പോൾ അവരുടെയൊക്കെ മനസ്സിനകത്ത് അവർ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ചായിരിക്കാം അങ്ങനെ ഒരു ചിന്ത. ഞാൻ
ഞാൻ പറഞ്ഞത് MK വർഗീസ് എന്ന മേയർക്ക് BJP പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയൊരു മുന്നേറ്റം, ആ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുമോ? എനിക്ക് അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നത് എനിക്ക് തൃശ്ശൂരിൻ്റെ മൊത്തമായ വികസനത്തെക്കുറിച്ചും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ കാര്യം ചോദിച്ചു. കോർപ്പറേഷനകത്ത് അദ്ദേഹത്തിനകത്ത് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെ BJPയുടെ ഭാഗത്തുനിന്ന് നടത്തിയെന്ന് ചോദിച്ചാൽ അവർ തന്നിട്ടുള്ള അമൃത് പദ്ധതിയുടെ മൊത്തമായിട്ട് നമുക്കറിയാം 33 ഞാൻ ചോദിച്ചു വളരെ വ്യക്തമാണ്. അല്ല, ഞാൻ പറയണത് കേൾക്കുക. ഇപ്പോൾ അവർ പറയുന്നുണ്ട് അമൃത് പദ്ധതി മൊത്തം അവരുടെയാണെന്നാണ് അവർ കൽപ്പിക്കുന്നത്. അത് അങ്ങനെയല്ലല്ലോ. അതിനകത്ത് കോൺട്രിബ്യൂഷൻ ആരുടെയുണ്ട്? അത് വികസനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ചോദിക്കുന്നത് BJPക്ക് ഇത്തവണ നേട്ടമുണ്ടാക്കാൻ തൃശ്ശൂർ കോർപ്പറേഷനിൽ കഴിയുമെന്ന് MK വർഗീസ് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലായില്ല. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം അതാണ്. വികസനമാണ് ഇവിടുത്തെ മുൻതൂക്കം. ബാക്കി നേരത്തെ പറഞ്ഞതുപോലെയുള്ള ശബരിമല പ്രശ്നമുണ്ട്, ഒപ്പം തന്നെ നമ്മുടെ മറ്റേ MLA ഒരു പ്രശ്നമുണ്ട്. ഈ വക പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ മുൻകൂട്ടി കാണിച്ചാലും ഇവിടുത്തെ ഒന്നാമത് നിൽക്കുന്നത് വികസനമായിരിക്കും. ആ വികസനത്തിൻ്റെ കാഴ്ചപ്പാടിൽ എന്തൊക്കെ അപാകതകളുണ്ടോ ആ അപാകതകൾ ചൂണ്ടിക്കാണിക്കുകയും അതിൻ്റെ ഭാഗമായിരിക്കും ഈ പ്രാവശ്യത്തെ നമ്മുടെ വിജയം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അടുത്തത് MK വർഗീസ് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ കാണാൻ കഴിയും? ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഈ പറഞ്ഞ 3 മാസം റെസ്റ്റിലാണ്. ഇനി വരാനിരിക്കുന്ന അടുത്ത് വരുന്ന നിയമസഭയിൽ ഒരു തരത്തിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടി ഇന്ന് വരെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടില്ല എന്ന് മത്സരിക്കണം എന്നുള്ളത്. കാരണം അതിൻ്റെ സമയം വരുന്നേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യം എനിക്കുണ്ടായാൽ ഈ പറയുന്ന പോലെ തന്നെ ഞാനും കൂടി ഒന്ന് ആലോചിച്ച് അതെന്ത് വേണമെന്ന് ചിന്തിച്ച് അതനുസരിച്ച് എന്നെ ആഗ്രഹിക്കുന്നത് പോലെ എന്താണെന്നുള്ളത് അന്ന് തീരുമാനിക്കും. ഒരു സാധ്യതകളും തള്ളുന്നില്ല. ഒരു സാധ്യതയും ഞാൻ ഇപ്പോൾ തള്ളാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാം നമുക്ക് അപ്പോൾ കാണാം. 3 മുന്നണികളും കൊള്ളാവുന്ന മുന്നണികളാണ്. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയെല്ലാം ഒരുപോലെയാണ്. അവരുടെ പ്രവർത്തന മേഖലയും പ്രവർത്തന രീതിയിലാണ് വ്യത്യാസം. ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MK വർഗീസ് സ്ഥാനാർത്ഥിയായി ഉണ്ടാകുമെന്ന് പറയാലോ അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന ഒരു ബാക്ക് ബോൺ ഇല്ലാതെ എനിക്ക് സ്വതന്ത്രനായി ഇന്ന് കോർപ്പറേഷനിൽ മത്സരിച്ച് ഒരു ബാക്ക് ബോൺ തരാൻ തയ്യാറായാൽ സ്വീകരിക്കും. അങ്ങനെയല്ല, ആ ബാക്ക് ബോൺ തരാൻ എനിക്ക് തയ്യാറായി കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും. ഈ ബാക്ക് ബോൺ എനിക്ക് യോജിച്ചതാണോ അല്ലെങ്കിൽ അല്ലേ എന്ന് ചിന്തിച്ചതിന് ശേഷം നടപടിയെടുക്കും. ഈ 3ഉം അങ്ങനെ ചിന്തിച്ചാലും വേറെ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അല്ല, 3 പേരും 3 രാഷ്ട്രീയത്തിൻ്റെയാണല്ലോ. അവർ 3 തരത്തിലാണ് പോകുന്നത്. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം വേറെ, അതുപോലെ തന്നെ ഈ UDFൻ്റെ വേറെ, BJPയുടെ വേറെ. ആയുർവേദ ചികിത്സയ്ക്ക് പോകണ്ടേ 3 മാസം? ഈ 3 മാസം ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ വക കാര്യങ്ങളെക്കുറിച്ച് സന്തോഷമായ കുറേ കാര്യങ്ങൾ. നമ്മൾ ഇതുവരെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, ഡെഡിക്കേറ്റഡ് ആയിരുന്നു. പൊതുജനത്തിന് വേണ്ടി എനിക്ക് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തീർത്തിട്ടുണ്ടെന്നൊരു ഒരു സന്തോഷമുണ്ട് എനിക്ക്. അപ്പം ഞാൻ ആലോചിച്ചു, കാരണം 5 വർഷക്കാലത്ത് ഒരു രാഷ്ട്രീയമായി തന്നെ നമ്മൾ അതിനകത്തുനിന്ന് ഒരു 3 മാസത്തേക്ക് ഒരു വഖഫ വാങ്ങിച്ച് ഞാൻ പുറത്തു പോരുന്നു. ആ 3 മാസം ഞാനും എൻ്റെ കുടുംബവും തമ്മിൽ ഒന്ന് സന്തോഷിക്കട്ടെ എന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. ആയുർവേദ ചികിത്സയ്ക്കും പോകും. ആയുർവേദ ചികിത്സ ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മുന്നണിയിൽ MK വർഗീസ് എന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ഓഫറിനനുസരിച്ച് ചിന്തിച്ച് തീരുമാനമെടുക്കും. അതിപ്പോൾ പറയുന്നതാണ് ശരി. എനിക്ക് ആരും എന്തും കൊണ്ടുവന്നാൽ സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ കൂടി ചിന്തിക്കും, ഞാൻ ആലോചിക്കും ഏതാണ് നല്ലത്, ഏതാണ് പൊട്ട, ഏതാണ് ചീത്ത എന്നൊക്കെ തിരിച്ചറിവുള്ളതുകൊണ്ട് ഈ 5 വർഷക്കാലത്തെ എക്സ്പീരിയൻസ് എനിക്ക് കോർപ്പറേഷൻ ഉള്ളതുകൊണ്ടും ആലോചിച്ചെടുക്കേണ്ട തീരുമാനങ്ങൾ. സത്യത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് ഈ ഇപ്പോൾ കാലാവധി പൂർത്തിയാവാണ് വർഗീസേട്ടൻ്റെ, നന്ദിയുണ്ടോ? അല്ല, എനിക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തിനോടൊരു നന്ദിയില്ല. ഒരു BJP എന്നുള്ള നിലയ്ക്കെല്ലാം നന്ദി. അദ്ദേഹം പറയുന്നുണ്ട് MK വർഗീസിനെ കുറിച്ച് വളരെ നല്ല വാക്കുകളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചാണ്, തിരിച്ച് ആ നന്ദി പ്രകടനം ഉണ്ടോ? അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ നല്ലവനാണെന്നാണ്. ഞാൻ മോശക്കാരനല്ല കേട്ടോ, നല്ലവൻ തന്നെയാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു MP എന്നുള്ള നിലയ്ക്കും ഇപ്പോൾ പുതിയൊരു മന്ത്രി വന്നു എന്നുള്ള നിലയ്ക്കുമാണ്. അപ്പോൾ MP ആയിരുന്ന കാലഘട്ടത്തിലാണ് എനിക്ക് 1 കോടി രൂപ തന്നത്. മന്ത്രിയായിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷക്കാലമായി യാതൊരു തരത്തിലുള്ള ബന്ധമോ അല്ലെങ്കിൽ ഒരു സംസാരമോ അല്ലെങ്കിൽ ഒരു വികസന പ്രവർത്തനങ്ങൾക്കോ മറ്റൊന്നും തന്നതായിട്ടുള്ള ചരിത്രമില്ല. സുരേഷ് ഗോപിയായിട്ടൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന കൊള്ളാവുന്നൊരു കക്ഷിയാണോ അദ്ദേഹം? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനേ അല്ല, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, സുരേഷ് ഗോപി എന്ന വ്യക്തി ഒരു MP ഒക്കെ ആയിട്ടും അല്ലെങ്കിൽ ആ രീതിയിൽ അദ്ദേഹവുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ കൊള്ളാവുന്ന ഒരു താല്പര്യം ഉണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ വക ചിന്തയ്ക്കാണ് ഈ 3 മാസം കഴിയട്ടെ, നമുക്ക് ആലോചിക്കാം. അതന്ന് വരട്ടെ, അപ്പം നമുക്ക് ആലോചിച്ച് നടത്താം. ഓക്കെ. ഏതായാലും ചില കാര്യങ്ങൾ വർഗീസേട്ടൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് 3 മാസത്തെ കുടുംബം ഒന്നിച്ചുള്ളൊരു സന്തോഷം പങ്കിടലിന് ശേഷം തീരുമാനത്തിലേക്ക് കടക്കുമെന്നാണ് വർഗീസേട്ടൻ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നതിൻ്റെ സാരം. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.